ദൈവനാമം മാത്രം ഉണ്ടാകട്ടെ. സൂസൻ ഉള്ളാൽ മിസ്സിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം. ബൈബിളിലെ ഒരു വചനമാണ് മത്തായി 8:23. അത് നമുക്കറിയാവുന്ന യേശു ഒരു പടകിൽ കയറിയ ശിഷ്യന്മാരും കൂടെ പോയി. അതിന് വചനമൊന്നും പറയുന്നില്ല, സമയക്കുറവാണ്. അതിൽ പറയുന്നത് അവർ ഒത്തൊരുമയോട് വിളിച്ചു, അവർ ഐക്യത്തോട് വിളിച്ചു, മനസ്സുകൾ തമ്മിൽ ഐക്യം ഉണ്ടായിരുന്നു, വിശ്വാസത്തോട് വിളിച്ചു, അവർ വിളിച്ചു ഉണർത്തി എഴുന്നേൽപ്പിച്ചു. അങ്ങനെ അവർ ജീവിതമാകുന്ന അവരൊക്കെ ഒരു തുഴ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അതുകൊണ്ട് അവർ തുഴഞ്ഞ് അവരുടെ പ്രതികൂലത്തെ അതിജീവിക്കാൻ വേണ്ടി അതുകൊണ്ട് തുഴഞ്ഞ് കർത്താവിനെ വിളിച്ചുണർത്തി. നമ്മുടെ കയ്യിൽ ഒരു തുഴയുണ്ട്, പ്രാർത്ഥന തുഴ തുഴഞ്ഞാൽ നമ്മൾ ഇതിലെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും മാറി നമ്മുടെ ജീവിതം നൗക നമ്മളായിരിക്കും തുറമുഖത്ത് എത്തിച്ചേരും. അതിന് കർത്താവ് നമ്മുടെ പടകിലുണ്ടെങ്കിൽ അവനെ നമ്മൾ വിളിച്ചുണർത്തി എന്നെങ്കിൽ അത് വിശദീകരിക്കാൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ഈ ഒത്തൊരുമയുടെ ഐക്യത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോഴാണ് ഈ 2011-12 കേട്ട ഒരു ഫണ്ണിയായിട്ടുള്ള കാര്യമാരും സ്കിപ്പ് ചെയ്യൽ മിസ് ചെയ്യാതെ കേൾക്കണം എന്ന് പറഞ്ഞാൽ ഈ പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞാൽ ഞാനൊരു പെന്തക്കോസ്ത് അനുഭാവിയാണെങ്കിലും ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. എങ്കിലും ഒരു ഫണ്ണിയായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സഭയിൽ നടന്ന സഭകളിലെ ഈ പാട്ടൊക്കെ പാടിയാണല്ലോ സാക്ഷ്യം പറയുന്നത്. അപ്പോൾ അവിടെ 2 സഹോദരിമാർ തമ്മിൽ ഭയങ്കര വിരോധം, ഫേസ് ടു ഫേസ് അവർ നോക്കാറില്ല. അപ്പോൾ അതിലൊരു സഹോദരി ആദ്യം എഴുന്നേറ്റു സാക്ഷ്യം പറയാൻ വേണ്ടി. എങ്ങനെയാ വെച്ചാൽ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലാമ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. അപ്പോൾ വിരോധമുള്ള അപ്പോൾ അത്രയും പാടി സാക്ഷ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇവരോട് വിരോധമുള്ള മറ്റേ കക്ഷ്യം കൊണ്ട് എഴുന്നേറ്റു, രാജനേശു വന്നിടും നീ ഒരുങ്ങിയിട്ടുണ്ടോ, നാളുതോറും നീ അവൻ്റെ സാക്ഷിയാകുന്നുണ്ടോ. അത്രയും പാടി സാക്ഷ്യം പറഞ്ഞിരുന്നേറ്റു. എന്തോ ഒരു പൊരുത്തം 10-10 ഇനി മുഹൂർത്തം കൂടെ കുറിച്ചാൽ മതി, ഒരു ജോത്സ്യൻ്റെ ആവശ്യമില്ല. എന്തോ ഇഞ്ചോടിഞ്ച് പോരാട്ടമൊന്നും കേട്ടിട്ടുള്ളൂ. നീ 1ാമത്തെ പടി, ഞാൻ 9ാമത്തെ പടി, നീ എന്നെ പാടി തോപ്പിക്കുന്നു. അതാണ് പൊരുത്തം, ഭയങ്കര പൊരുത്തം. എനിക്ക് എൻ്റെ നോട്ടത്തിൽ എന്നെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു റെഫറിയുടെ കുറവുണ്ടായിരുന്നു. വള്ളംകളിക്കുള്ള കമൻട്രി പറയുന്ന പോലെ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻ്റാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്ത് സംഭവിക്കാം, കാണികളെന്നെല്ലാം നിശബ്ദരായിരിക്കണം, അങ്ങനെയൊക്കെ പറയാൻ ഒരു റെഫറിയുടെ ഒരു കമൻട്രി പറയുന്ന ഒരാളിൻ്റെ കുറവുണ്ട് എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു അനിൽ പനച്ചൂര്യൻ ഒരു കവിയായിരുന്നു എന്ന് പറയാൻ കാരണം ഹീസ് നോ മോർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 വരി കവിത കടമെടുക്കണം എനിക്ക് തോന്നി. എന്താണെന്ന് ചോദിച്ചാൽ, മൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനായുധം, ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണ് കൂട്ടര്. അപ്പം എങ്ങനെ നോക്കിയാലും ഒത്തൊരുമ വേണം, ഐക്യം വേണം. സഭയുടെ ഉന്നമനത്തിനായാലും വ്യക്തികളുടെ ആയാലും എങ്ങനെയായാലും ഒറ്റക്കെട്ടായിട്ട് ഐക്യത്തോട് യൂണിയൻ സ്ട്രെങ്ത് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ലോ ഈ ഐക്യത്തോട് നിന്ന് സഭയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവർക്കും ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാറ്റിനെയും കടലിനെയൊക്കെ ബേസ് ചെയ്ത് ഞാൻ റെഡിയാക്കിയ ഒരു സോങ് നമുക്ക് കേൾക്കാം. ഞാനീ പറഞ്ഞതിൻ്റെ സോഴ്സ് ഇതെവിടെ ആയെന്നൊന്നും പറഞ്ഞ് ചോദിച്ചാരും വരണ്ട, ഞാൻ പറഞ്ഞു തരത്തില്ല. അത് നിങ്ങൾക്കൊന്ന് ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പാട്ടിലേക്ക് പോകാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും മറ്റുള്ളവരെ പോലെ കിംവദന്തി പറഞ്ഞു നടക്കുന്നവരല്ലെന്ന് എനിക്കറിയാം. എൻ്റെ ശ്രോതാക്കൾ എൻ്റെ കർത്താവിനോട് പറഞ്ഞത്, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, കർത്താവിനാൽ ചൂസ് ചെയ്തവർക്ക് മാത്രമേ എൻ്റെ പാട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ. അതെ, കറക്റ്റ്. എൻ്റെ ശ്രോതാക്കളെല്ലാം നല്ലവരാണ്. അവർ ലൈക്ക് അടിക്കാത്തത്, അല്ലെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തത്, അവർക്ക് അല്ലെ ഈഗോ, ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഫീലിങ്സ്, ചേതോവികാരം എന്ന് പറയല്ലേ, ഈഗോ, സെൽഫിഷ്, ജലസി ഉള്ളത് കൊണ്ടാണ്. അതൊന്നും ഞാൻ പറയത്തില്ല. എൻ്റെ ശ്രോതാക്കളെല്ലാം നല്ലവരാണ്, എനിക്കറിയാം. അത് ദൈവത്താൽ ചൂസ് ചെയ്തപ്പെട്ടവരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പാട്ടിലേക്ക് പോകാം, സമയം വളരെ കുറവാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നിൻ്റെ കൃപ വേണം എനിക്ക്, നിൻ്റെ കൃപ വേണം ഈ മരുവിൽ നിലനിന്നു പോകുവാൻ. നിലയിലെ കയങ്ങളിൽ താണുപോകാൻ നേരം തിരുക്കരം നീട്ടി നീ വലിച്ചെടുക്കില്ലേ. പിന്നെയും പിന്നെയും ദുരിതമഴ പെയ്യുന്നു, ഈ ദുരിതമഴ എന്നിനിയും തോരുമോ നിൻ സ്നേഹത്തിൻ ചാറ്റൽ മഴ എന്നിനിയും ചാറുമോ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നിൻ്റെ കൃപ വേണം എനിക്ക്, നിൻ്റെ കൃപ വേണം ഈ മരുവിൽ നിലനിന്നു പോകുവാൻ. ഈ സങ്കടക്കടൽ നീന്തി കടക്കുവാൻ കൃപയരുളൂ, തിരമാലകൾക്കെതിരായി തുഴയുവാൻ കൃപയരുളൂ.
എൻ്റെ ദൈവമേ നിൻ്റെ കൃപ വേണം എനിക്ക്, നിൻ്റെ കൃപ വേണം ഈ മരുവിൽ നിലനിന്നു പോകുവാൻ. ഭാരങ്ങളേറുമെൻ ജീവിതനൗക തുടിഞ്ഞൻ കൈകൾ കുഴയുമ്പോൾ സ്പന്ദനമേറിയാനായി നീ വരില്ലേ കൂടെ, ചങ്കായി തുഴയാനും നീ വരില്ലേ. എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നിൻ്റെ കൃപ വേണം എനിക്ക്, നിൻ്റെ കൃപ വേണം ഈ മരുവിൽ നിലനിന്നു പോകുവാൻ. എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നിൻ്റെ കൃപ വേണം എനിക്ക്, നിൻ്റെ കൃപ വേണം ഈ മരുവിൽ നിലനിന്നു പോകുവാൻ. താങ്ക് യു.